വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നത് ഒരു പുതിയ ഡിഷാണ്. എന്താ ഡിഷ് എന്ന് അറിയണ്ടേ? വൈറലായ കൊറിയൻ പൊട്ടാറ്റോ സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ റെസിപ്പി എന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ. ആദ്യം തന്നെ നമ്മൾ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഉപ്പ്, കോൺഫ്ലവർ, സോയാ സോസ്, വെളുത്തുള്ളി, ചില്ലി. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ. അപ്പൊ നമ്മളുടെ പൊട്ടാറ്റോ അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തെളിച്ച വെള്ളത്തിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് വേവിക്കാൻ വെച്ച പൊട്ടാറ്റോയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി മിക്സ് ആക്കിയിട്ട് എന്നിട്ട് നമ്മൾക്ക് മൂടി വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. അതിനുള്ള വേണ്ടിയിട്ടുള്ള നമുക്ക് സോസ് തയ്യാറാക്കാം. അപ്പൊ നമ്മളുടെ സോസ് ഇതാ മിക്സിയിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ടൊമാറ്റോവും പിന്നെ പിരിയമുളകും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചു. അപ്പൊ നമ്മളുടെ സോസ് ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പും സോയാ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്ത് വറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. സെറ്റായി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ച് ഉപ്പിട്ടിട്ട് അപ്പൊ നമ്മുടെ പൊട്ടാറ്റോ മാഷ് ചെയ്തെടുക്കാണ്. അപ്പൊ നമ്മളുടെ പൊട്ടാറ്റോ നല്ലോണം സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അമ്മക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. അപ്പൊ നമ്മള് കോൺഫ്ലവറും പൊട്ടാറ്റോ ഒക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മമ്മ പത്തിരിമാവിന്റെ ടൈപ്പില് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതില് കുറച്ചും കൂടിയും മൈദ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1/2 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിതാ ലഡുവിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ചപ്പാത്തി പോലെ ഇങ്ങനെ ആക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കണേ. ഇവിടെ വെക്കണേ. അടുത്തുണ്ടാക്കാം. അപ്പൊ ഞാൻ അടുപ്പില് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലാണ് നമുക്കിത് ഇട്ട് വേവിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പൊട്ടാറ്റോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അപ്പം ഗായ്സ് നമ്മളുടെ പൊട്ടാറ്റോ സ്നാക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ്സ് നമുക്ക് വേവിക്കാൻ വെക്കണം. അഥവാ വെന്തിട്ടില്ലേ നമുക്ക് പിന്നെ വേവിക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് 10 മിനിറ്റ്സ് വെക്കാം. അപ്പൊ ഗായ്സ് നമ്മളെ പൊട്ടാറ്റോ വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പൊ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഗായ്സ് നമ്മളെ പൊട്ടാറ്റോ കൊറിയൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ ഭംഗി നോക്ക്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം.
ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ബൈ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ. താങ്ക് യു.